ഇത് ഈ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും വ്യാപനം അക്ഷരാർത്ഥത്തിൽ ഇന്ന് കേരളത്തെ വലിയൊരു ദുരന്തത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഓരോ ദിവസവും മാധ്യമപ്രവർത്തകരായ നിങ്ങൾക്കറിയാം, കേരളത്തിലെ സ്ഥിതിഗതിയിൽ വിലയിരുത്തുന്ന ആർക്കും മനസ്സിലാക്കാവുന്നൊരു കാര്യമാണ്. കുറ്റകൃത്യങ്ങൾ വ്യാപകമായി വർദ്ധിക്കുന്നു, സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിക്കുന്നു, റോഡ് അപകടങ്ങൾ കൂടുന്നു, കുടുംബങ്ങളിലെ സമാധാനമില്ലാത്തൊരവസ്ഥ വർദ്ധിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ കേരളത്തിൻ്റെ അന്തരീക്ഷം തന്നെ ആകെ വല്ലാത്ത, നമുക്ക് ചിന്തിക്കാൻ സാധിക്കാത്ത തലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പ്രധാന കാരണം മദ്യവ്യാപനമാണ്, മയക്കുമരുന്നിൻ്റെ വ്യാപനമാണ് എന്ന് സർക്കാരിനും അറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷെ ഇതിനൊരു പരിഹാരമുണ്ടാക്കുക എന്നുള്ള നല്ലൊരു ശ്രമം നടത്തുന്നതിന് പകരം മദ്യവ്യാപനം കൂടുതൽ തലങ്ങളിലേക്ക് എത്തിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ഇത് പറയുന്ന സർക്കാരിൻ്റെ അവസ്ഥ എന്താ? ഈ സർക്കാർ 2 തെരഞ്ഞെടുപ്പുകൾ അഭിമുഖീകരിച്ചപ്പോഴും, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 2 തെരഞ്ഞെടുപ്പുകൾ അഭിമുഖീകരിച്ചപ്പോഴും ജനങ്ങളുടെ മുന്നിൽ സമർപ്പിച്ച തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ പറയുന്ന കാര്യം എന്താണ്? മദ്യം ഒരു സാമൂഹ്യ വിപത്തായി കേരളത്തിൽ മാറിയിരിക്കുന്നു. മദ്യത്തിൻ്റെ ലഭ്യതയും ഉപയോഗവും കുറച്ചുകൊണ്ടുവരുന്ന അതിന് സഹായകരമായ നയമായിരിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ സ്വീകരിക്കുക എന്നതായിരുന്നു അവരുടെ വാഗ്ദാനം. ആ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനമാണ് ലംഘിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോകുന്നത്. അക്ഷരാർത്ഥത്തിൽ ഇതുപോലെ ഒരു ജനവഞ്ചന കേരളത്തിൻ്റെ ചരിത്രത്തിലുണ്ടായിട്ടില്ല. ഈ നീക്കം നിഷ്കളങ്കമായ ഒരു നടപടിയാണ് എന്ന മട്ടിലാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി പറയുന്നത്. കാരണം ആ തരത്തിലല്ല ഇത് നമുക്കറിയാം. കാരണം കുറേ നാളായി ഔദ്യോഗിക തലത്തിൽ ചർച്ചകൾ നടക്കുകയാണ്. സെക്രട്ടറി തലത്തിൽ ചർച്ച, ചീഫ് സെക്രട്ടറി തലത്തിൽ ചർച്ച, സബ് ജഡ്ജ് കമ്മിറ്റി തലത്തിൽ ചർച്ച, ഇങ്ങനെ പല തലങ്ങളിലായി ചർച്ച ചെയ്ത് അവസാനം ഡ്രൈ ഡേ അവസാനിപ്പിക്കുക. അതോടൊപ്പം തന്നെ IT മേഖല പോലുള്ള മേഖലകളിലേക്ക് മദ്യവ്യാപനം എത്തിക്കുക. ഇത് സർക്കാരിൻ്റെ അജണ്ടയാണ്, യാതൊരു സംശയവും വേണ്ട, സർക്കാരിൻ്റെ അജണ്ടയാണ് എന്നുള്ളത് വ്യക്തമാണ്. അതൊരു ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു അജണ്ടയല്ല. അതിൻ്റെ പിന്നിലൊക്കെ വലിയ ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്, ആക്ഷേപങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. നമുക്കറിയാം, UDF സർക്കാരിൻ്റെ കാലത്ത് കേവലം UDF സർക്കാരിൻ്റെ അവസാന കാലത്ത് UDF സർക്കാർ അധികാരം ഒഴിയുമ്പോൾ 29 ബാറുകൾ മാത്രമുണ്ടായിരുന്ന സ്ഥാനത്താണ് ഇന്ന് 1000-ലധികം ബാറുകൾ നിലവിൽ വന്നിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ പിന്നിലൊക്കെ സാമ്പത്തികമായ ഇടപാടുകളുണ്ട്, അഴിമതിയുണ്ട് എന്നുള്ളത് ആർക്കും മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ ഒരു അലയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ഈ ഫോൺ സംഭാഷണം എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് ഇപ്പം മന്ത്രി നിഷേധിക്കുന്നു, സംഘടനാ ഭാരവാഹികൾ നിഷേധിക്കുന്നു. പക്ഷെ ഒരു കാര്യം ശരിയാണ്, എന്തോ ഡീൽ നടന്നിരിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഒരു ഡീൽ നടന്നിരിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് ഫോൺ സംഭാഷണം ശ്രദ്ധിച്ചാൽ നമുക്കറിയാൻ സാധിക്കും. അത് കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുത്താലാണ് നടക്കുക എന്നുള്ളത്. പെരുമാറ്റച്ചട്ടം ഒന്ന് കഴിഞ്ഞോട്ടെ, അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇതെല്ലാം വരും, ഡ്രൈ ഡേ അവസാനിപ്പിക്കും, അതുപോലെ തന്നെ മറ്റു മേഖലയിലേക്ക് ഇത് വ്യാപിപ്പിക്കും എന്നൊക്കെ പറയുന്ന ആ രീതി അതാണ് വരുന്നത്. ഏതായാലും ഇതേക്കുറിച്ച് വസ്തുനിഷ്ഠമായ അന്വേഷണം ആവശ്യമാണ്. ഇപ്പോൾ വിജിലൻസ് അന്വേഷണം നടക്കുന്നു, ഇതുമായി ബന്ധപ്പെട്ട എന്തോ പരാതി സർക്കാരിന് കിട്ടി, അതേക്കുറിച്ച് വിജിലൻസ് അന്വേഷണം നടക്കുന്നു എന്ന് വെളിപ്പെടുത്തുകയുണ്ടായി. വിജിലൻസ് അന്വേഷണമല്ല വേണ്ടത് ഈ കാര്യത്തിൽ CBI അന്വേഷണം തന്നെ വേണം. കാരണം സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള ഏതെങ്കിലും ഏജൻസി അന്വേഷിച്ചാൽ അതൊക്കെ ഒരു പ്രഹസനമായി തീരും എന്നുള്ളതാണ് മുൻകാല അനുഭവങ്ങൾ തെളിയിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ പുറത്തു വന്ന വസ്തുതകൾ വെച്ചുകൊണ്ട് അതിൻ്റെ യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവരണം. അതേക്കുറിച്ച് കൃത്യമായ CBI അന്വേഷണം അനിവാര്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരു കാരണവശാലും ഡ്രൈ ഡേ അവസാനിപ്പിക്കാൻ പാടില്ല. ഒരു കാരണവശാലും IT മേഖലയിലേക്ക് വ്യാപിപ്പിക്കാൻ പാടില്ല. തന്നെയല്ല, ഇന്ന് സമൂഹത്തിന്, തലമുറകൾക്ക് എല്ലാം ദോഷകരമായിട്ടുള്ള, രാജ്യത്തിന് തന്നെ, നമ്മുടെ സംസ്ഥാനത്തിന് തന്നെ തീരാ കെടുതികൾ വരുത്തി വയ്ക്കുന്ന
ഈ സംവിധാനത്തിൽ മാറ്റമുണ്ടാകണം. സർക്കാരിൻ്റെ മദ്യനയം അടിമുടി തിരുത്തിയേ മതിയാകൂ. ഇന്നത്തെ ഈ അവസ്ഥയ്ക്ക് മാറ്റം വന്നില്ലെങ്കിൽ അത് കേരളത്തിന് വലിയൊരു ശാപമായി മാറും, കേരളത്തെ സർവനാശത്തിലേക്ക് എത്തിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിണറായി സർക്കാർ ഇപ്പോഴത്തെ മദ്യനയം തിരുത്തിയില്ലെങ്കിൽ ഈ സർക്കാർ മേലിൽ അറിയപ്പെടുന്നത് കേരള